ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാൻ എന്നത്തെ പോലെ തന്നെ 12 മണിക്ക് എണീറ്റിരിക്കുകയാണ് ഗൈസ്. ഇന്നാണെങ്കിൽ ഒരു സുഖമില്ലാത്ത ദിവസമായിരുന്നു ഗൈസ്. ബെഡ്ഷീറ്റിന്റെ പട്ടി മടക്കി വെക്കും, എനിക്ക് സൗകര്യമില്ല അല്ല പിന്നെ. അപ്പൊ ഞാൻ പല്ല് പോലും തേക്കാതെ രാവിലെ തന്നെ പഠിക്കാൻ തന്നെ വിചാരിച്ചു. എന്റെ ആത്മാർത്ഥം നിങ്ങളാരും കാണാതെ പോകരുത്. അങ്ങനെ ഞാൻ ഡോറും തുറന്ന് ഇവിടെ ഇരുന്ന് പഠിക്കാന്നുള്ള മൈൻഡായി. നേരെ ബുക്കും പുസ്തകമൊക്കെ എടുത്ത് അവിടെ വെച്ചങ്ങ് ഇരുന്ന് പഠിക്കാൻ തുടങ്ങി ഗൈസ്. ബുക്ക് ഫസ്റ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടാന്നേ തോന്നത്തുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ കുത്തിയിരുന്ന് പഠിക്കണം. കാരണം നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണല്ലോ എങ്ങനെയും IPS ആവണം. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കാണ് ഗൈസ് ഞാൻ ഈ കാഴ്ച കാണുന്നത്. പാവമുണ്ടല്ലേ, സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഈ കഷ്ടപ്പെടുന്നത്. എന്റെ പപ്പ ഇതേപോലെ തന്നെ കഷ്ടപ്പെട്ടാണ് ഗൈസ് വളർത്തിയത്. പക്ഷെ ഞാൻ കണ്ടില്ലേ, ഇപ്പോഴും സെൻസൈഡിന്റെ മേളിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ പപ്പ ടെൻഷൻ ആവണ്ട, ഞാൻ എങ്ങനെയായാലും പഠിച്ച IPS ആവും. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് നല്ലപോലെ വിശന്നു. പിന്നെ ഞാൻ റൂമിൽ പോയി നല്ലപോലെ പല്ലൊക്കെ തേച്ച് ഫ്രഷായി നേരെ ഇറങ്ങി ഗൈസ്. നേരെ താഴത്തെ നമ്മുടെ ഷിബുബായുടെ കടയിൽ വന്നിട്ട് നല്ല ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ബായുടെ അടുത്ത് വന്നിട്ട് വെജ് ഫ്രൈഡ് റൈസ് പറഞ്ഞു. ആളാണെങ്കിൽ ഗേൾ ഫ്രണ്ടിനെ വീഡിയോ കോൾ ചെയ്തിരിക്കുന്നു. അപ്പൊ ആള് പറഞ്ഞു ബാക്കിലിരിക്കുന്ന ബായുടെ അടുത്ത് ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പൊ മറ്റോ പറഞ്ഞു എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നേരെ എണീറ്റ് ആളെന്നെ ഉണ്ടാക്കി. അപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത്. ആ നിൽക്കുന്നത് എന്റെ ഹൗസ് ഓണറാണ്. ഞാൻ രാത്രിയിൽ ഇറങ്ങി വന്ന് ചായ കുടിക്കുന്ന കാര്യം ആ ഓണർ പറഞ്ഞു കൊടുക്കുമെന്ന് വിചാരിച്ചാൽ ഞാൻ ആകെ ടെൻഷനായി. പക്ഷെ അയാളൊരു നല്ല മനുഷ്യനായതുകൊണ്ട് പറഞ്ഞൊന്നും കൊടുത്തില്ല. പിന്നെ ഇന്ന് ഫുള്ള് നല്ലപോലെ ഇരുന്ന് പഠിച്ചും ഫുഡും കഴിച്ചൊക്കെ ഇരുന്നോണ്ട് ഞാൻ നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ കിടന്ന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങി ഗൈസ്. ഓക്കെ.